നമസ്തേ. ഇന്നത്തെ എൻ്റെ വീഡിയോ ആരംഭിക്കുന്നത് തമോ ഗുണത്തിലെ പ്രധാനപ്പെട്ട ഒരു വാസനയായിട്ടുള്ള ഭയം എന്നുള്ള വാസനയെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയാണ് ഈ എപ്പിസോഡ് ഉപയോഗിക്കുന്നത്. ഭയം എന്ന വാസന മനുഷ്യനിൽ ഉള്ളത് കൊണ്ടാണ് സ്ട്രെസ്സും ആങ്ഷൈറ്റിയും ഒരുപാട് വന്നു ചേരുന്നത്. നമ്മുടെ അഡ്രിനാലിൻ എന്ന് പറഞ്ഞ ഗ്ലാൻഡ് വയറ് ഭാഗത്ത് തന്നെയാണ് സംജാതമായിരിക്കുന്നത്. ഈ ഗ്ലാൻഡിൽ നിന്ന് പുറപ്പെടുവിക്കുന്ന സ്ട്രെസ് ഹോർമോണുകൾ ശരീരമാസകലം വ്യാപിച്ചു നിൽക്കുമ്പോൾ നമ്മൾ ഭയത്തിന് അടിമപ്പെട്ട് നിൽക്കുന്നു. ഇത്തരം ഭയത്തെ ഒരു പരിധിവരെ അതാത് ദിവസ ഭയത്തെ നിർവീര്യമാക്കാൻ പല പദ്ധതികളും ആവിഷ്കരിച്ച് നടപ്പിലാക്കുക എന്നുള്ളതും ഇപ്പോഴത്തെ സാമൂഹിക ക്രമം ഈ ഭയപ്പെടുത്തുന്ന ലോകത്തിലൂടെയാണ് പോകുന്നത് എന്നുള്ള ധാരണ ഉള്ളിൽ വരുന്നതുമാണ് ഇതിനുള്ള ഒരു പ്രതിവിധി. സാധാരണ ഒരു മൃഗത്തിന് ഭയം അനുഭവപ്പെട്ട് കഴിഞ്ഞാൽ രണ്ട് റിഫ്ലക്ഷനാണ് ആ മൃഗത്തിൽ നിന്നുണ്ടാകും. ഒന്നില്ലെങ്കിൽ ആ മൃഗം നമ്മളോട് എതിർക്കുന്നതിന് വേണ്ടിയിട്ട് ഭയത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ആ ഹോർമോണുകളും ഭയം എന്ന വികാരം ഉണ്ടായിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ ശരീരത്തിലെ പൾസ് റേറ്റ് വർദ്ധിക്കും, ഹൃദയമിടിപ്പ് കൂടും, പ്രഷർ വർദ്ധിക്കും, ശരീരം ഒരുപാട് കൊളസ്ട്രോൾ, ലിവർ ഒരുപാട് കൊളസ്ട്രോൾ വിഘടിപ്പിക്കും, അതുപോലെ നമ്മളുടെ ഗ്ലൂക്കോസ് അധികരിക്കും. ഇതെല്ലാം എന്തിനു വേണ്ടിയിട്ടാണ് ഇത്തരം ചോദനകൾ വേഗം ശരീരം സജ്ജീകരിക്കുന്നത്? ആ ഭയത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. ശരീരം തീർക്കുന്ന സ്വയം രക്ഷാകവചമാണ് ഇത്തരം സംവിധാനങ്ങളെ അധികമായി ഉൽപ്പാദിപ്പിക്കുന്നത്. ഈ അധികമായി ഉൽപ്പാദിപ്പിക്കുമ്പോൾ നമ്മൾ രണ്ട് പ്രവൃത്തിയാണ് അവിടെ ചെയ്യാൻ സാധിക്കുക. ഒന്നില്ലെങ്കിൽ ഈ ഭയം ഉണ്ടാക്കുന്ന സാധ്യത നമ്മൾ അതിനെ ഏത് വിധേന എതിർത്ത് തോൽപ്പിക്കണം. അപ്പോൾ ആ എനർജി മുഴുവൻ അവിടെ നിർവീര്യമാക്കപ്പെടും. അതല്ലെങ്കിൽ അതേ സാഹചര്യത്തിൽ തന്നെ ഇത്രയും എതിർത്താൽ വിജയിക്കില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ നിന്ന് പരമാവധി സ്പീഡിൽ ഓടണം. ഈ ഓടാനുള്ള ഈ എനർജി ഓൾറെഡി ശരീരം സംജാതമാക്കി കഴിഞ്ഞു. ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരു പക്ഷെ മനസ്സിലാവും. ഇപ്പം നമ്മളെ ഒരു റോട്ടിലൂടെ നടക്കുമ്പോൾ ഒരു പട്ടി കടിക്കാൻ വന്നു എന്ന് വിചാരിക്കുക. നമ്മൾ അവിടെ അടുത്ത് കണ്ട ഒരു വലിയ വടി എടുത്ത് പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിനെ എതിർക്കാൻ തയ്യാറായി. എന്ത് വിധേനയും നമ്മളതിനെ അടിച്ച് ഓടിക്കാൻ ശ്രമം നടത്തും. മറിച്ച് അതുവഴി പോകുന്ന ഒരാൾ ആ സമയം പറയാണ്, അത് സാധാരണ പട്ടിയല്ല, പേപ്പട്ടിയാണ്, കടിച്ച പ്രശ്നമാണെന്ന് പറയുമ്പോഴോ നമ്മൾ പിന്നെ അവിടെ വടിയെടുത്ത് അടിക്കാനോ അതിനെ എതിർക്കാനോ നമ്മൾ നിൽക്കില്ല. കിട്ടാവുന്ന സ്പീഡിൽ നമ്മൾ എന്ത് ചെയ്യും? ഓടാൻ നോക്കും. ഓടിയാലും അത് നിർവീര്യമാക്കപ്പെടും. നമ്മൾ അതിനെ എതിർത്ത് അടിച്ച് കീഴ്പ്പെടുത്താൻ ശ്രമിച്ചാലും അത് നിർവീര്യമാക്കപ്പെടും. അപ്പോൾ വീണ്ടും ശരീരം സാധാരണ നിലയിലേക്ക് തിരിച്ചു വരും. അപ്പോൾ ഇതെങ്ങനെ ജീവിതശൈലി രോഗങ്ങളായി മാറുന്നു? പ്രഷർ, കൊളസ്ട്രോൾ, ഷുഗറായി മാറുന്നത് നമ്മുടെ ശരീരത്തിലെ ഇത്തരം എൻസൈമുകളും ഹോർമോണുകളും വർദ്ധിക്കുന്നതിന് കാരണമാകുന്ന ഭയം എന്ന വികാരം ശരീരത്തിലെ ഗ്ലൂക്കോസിനെ ലിവർ വഴിയായിട്ട് അധികം വിഘടിപ്പിച്ച് നിലനിർത്തുമ്പോൾ ഗ്ലൂക്കോസ് അധികരിക്കും. അപ്പോൾ നമ്മുടെ പ്രഷർ വർദ്ധിക്കുമ്പോൾ പ്രഷർ കൂടും. അതുപോലെ ഇപ്പോൾ ഹൃദയമിടിപ്പ് വർദ്ധിക്കും. അപ്പോൾ കൊളസ്ട്രോള് ശരീരം കുറേ ആക്റ്റീവായിട്ട് നിലനിൽക്കും. ലിവർ കൊളസ്ട്രോൾ പുറപ്പെടുവിക്കും, പ്രഷർ കൂട്ടും, ഹാർട്ട് ബീറ്റ് കൂടും. അതുപോലെ തന്നെ നമ്മളുടെ ശരീരത്തിനകത്ത് ഗ്ലൂക്കോസിൻ്റെ അതിപ്രസരം ഉണ്ടാവും. പക്ഷേ നമ്മളൊന്നും ചെയ്യുന്നില്ലെങ്കിൽ ഇതെല്ലാം അധികരിച്ച് നിൽക്കുന്ന ജീവിതശൈലി രോഗമായി മാറും. അതെങ്ങനെയാണെന്ന് വിശദമാക്കാം. അതായത് നമ്മൾ ഇപ്പോൾ ഒരു സ്ഥാപനവൽക്കരിക്കപ്പെട്ട് കഴിഞ്ഞ സ്ഥലത്ത് ഒരു സ്ഥാപനത്തിൻ്റെ ഓണർ അടിയന്തരം, നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുക, അടിയന്തരമായിട്ട് അയാൾ ഒരു മീറ്റിംഗ് വിളിക്കുകയാണെന്ന് വിചാരിക്കുക. ആ മീറ്റിംഗ് വിളിക്കാൻ പോകുന്നതിൻ്റെ വിഷയമോ സബ്ജക്റ്റോ അറിയാത്ത പക്ഷം അതിനെ അയാളുടെ കീഴിലുള്ള മാനേജർ തുടങ്ങി അങ്ങേയറ്റം വരെയുള്ള എല്ലാ തൊഴിലാളികളുടെ ഉള്ളിലൊരു ഭയം കിടക്കും. അയ്യോ, മുതലാളി മീറ്റിംഗ് വിളിച്ചിട്ട് എന്തിനാണാവോ? നമ്മൾ ചീത്ത പറയാനാണോ, തല്ലാനാണോ, അത് പിരിച്ചുവിടാനാണോ, അത് ശമ്പളം വെട്ടിക്കുറയ്ക്കാനാണോ, അത് ഇനി വേറെ എന്തെങ്കിലും കാരണം കണ്ടുപിടിച്ചിട്ട് നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടാണെന്നുള്ള അമിതമായ ഒരു ഉത്കണ്ഠ, ഭയം നമ്മളുടെ ഉള്ളിൽ ജനിക്കുകയും ഇതേ ഹോർമോണുകളും എൻസൈമുകളും എല്ലാം
ഉണർന്ന് പ്രവർത്തിക്കുകയും അതിനുവേണ്ടി അതിനെ പ്രതിരോധിക്കാനുള്ള ശക്തിയും ഊർജവും സംഭരിക്കുകയും അതേസമയം ആ മീറ്റിങ്ങിൽ ചീത്ത എന്തൊക്കെയാണ് നമ്മൾ കേട്ട് പ്രതിരോധിക്കാതെ അതിനെ നമ്മളിൽ തന്നെ നമ്മൾ അടിച്ചമർത്തുകയും ചെയ്യുമ്പോൾ ഇതെല്ലാം വർദ്ധിച്ചു വരുന്ന ജീവിതശൈലി രോഗമായി മാറുന്നു. മറിച്ച് പണ്ട് കാലത്ത് 1000 വർഷം മുമ്പൊക്കെ ഭാരതത്തിൽ ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു 10-12 വർഷം അവൻ സ്വന്തം അമ്മയുടെ കൂടെയായിരിക്കും. ഒരു ഗുഡ് പാരൻറ്റിങ് എങ്ങനെ നടത്തണമെന്ന് അവിടെയാണ് ആ കുട്ടി പഠിക്കുന്നത്. കാരണം ഈ 10 വയസ്സ് വരെ അല്ലെങ്കിൽ ഒരു 12 വയസ്സ് വരെ കുട്ടിക്കാലം അനുകരണത്തിൻ്റെ പാതയിലാണ് ഈ കുട്ടി. ഏതൊരു കുട്ടിയായിട്ടും ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും അനുകരണത്തിൻ്റെ പാതയിലിരിക്കുന്ന ഈ കുട്ടി അവൻ്റെ അച്ഛനും അമ്മയും അല്ലെങ്കിൽ അവൻ്റെ ഗ്രാൻഡ് പാരൻസും മറ്റുള്ള സഹജീവികളും ഒക്കെ എന്തെല്ലാം ചെയ്യുന്നുണ്ടോ, അവൻ്റെ സഹോദരികൾ ഇതൊക്കെ എന്തെല്ലാം ചെയ്യുന്നു അതിനെയൊക്കെ അനുകരിക്കുന്ന ഒരു സമയമാണ്. ആ സമയത്താണ് നമ്മൾ ഏറ്റവും കൂടുതൽ അപ്ലിക്കബിൾ നോളേജ് പകർന്നു കൊടുക്കേണ്ട സമയം. ആ സമയത്ത് കുട്ടീനെ വിളിച്ച് ഇപ്പോൾ ഒരു ആഹാരം കട്ട് ചെയ്യുമ്പോൾ അതിനെ എടുത്ത് വിളിച്ചിരുത്തി ഇതിങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ ഒരു അമ്മ വിശദീകരിച്ച് കൊടുക്കണം വേണ്ടത്. കുട്ടീനെ അകറ്റി നിർത്തല്ല വേണ്ടത്, സ്കൂളിലേക്ക് അയക്കല്ല വേണ്ടത്. അതുപോലെ ഗാർഡനിങ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു പച്ചക്കറി നടുമ്പോൾ, അല്ലെങ്കിൽ ഒരു പശുവിനെ നോക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും സംരക്ഷിക്കുമ്പോൾ, ഒരു പട്ടിയെ കുളിപ്പിക്കുമ്പോൾ, പൂച്ചയെ കുളിപ്പിക്കുമ്പോൾ ഒക്കെ ഈ കുട്ടീനെ വിളിച്ചത് കാണിച്ചു കൊടുത്ത് അതിനോടൊക്കെയുള്ള ഒരു സ്നേഹവും വൈഭവവും ഈ ചെയ്യാനുള്ള ഒരു ശേഷി കുട്ടി അനുകരിച്ചാണ് ആ സമയത്ത് പഠിക്കേണ്ടത്. ആ സമയത്ത് ഇപ്പോൾ പരിഷ്കൃതരായ അമ്മമാർ 2 വയസ്സായ കുട്ടിയെ പോലും എങ്ങനെയെങ്കിലും കിൻഡർ ഗാർഡനിലേക്ക് അയച്ച് രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്. കിൻഡർ ഗാർഡനിലേക്ക് അയക്കുന്ന കുട്ടി അവിടെയുള്ള എല്ലാ ടീച്ചേഴ്സും കൂടി പരമാവധി എങ്ങനെ അനങ്ങാതെ ഇരുത്താം എന്നിവർ ഈ കുട്ടീനെ എങ്ങനെ വികൃതമാക്കാം, അതിൻ്റെ മനസ്സിനും അതിൻ്റെ ടാലൻറ്റിനും അതിൻ്റെ എന്തെങ്കിലും താല്പര്യങ്ങളിലും ഒക്കെ എങ്ങനെ അടിച്ചമർത്തി അതിനെ എങ്ങനെ നിഷ്ക്രിയമാക്കി ഒന്നിനും കൊള്ളാത്തൊരു കുട്ടിയാക്കി എങ്ങനെ മാറ്റാമെന്ന് ഗവേഷണം ചെയ്തിരിക്കുകയാണ് എന്ന് നമുക്ക് തോന്നും. ആ കുട്ടിക്ക് ഒരു കളിക്കാനുള്ള സാഹചര്യം പോലും അവിടെ ഒരുക്കില്ല. ഫുൾ ടൈം കുട്ടി അനക്കാതിരുത്താൻ നോക്കും. ഇത് തന്നെ ചില പേരൻസ് സ്വന്തം വീട്ടിലും ചെയ്യും. അതായത് ഒട്ടും അറിവില്ലാത്ത ഒരമ്മ, ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ഒരു അറിവോ അവബോധമില്ലാത്ത അമ്മ ആ കുട്ടിയെ ഒരു കാര്യം കാണിക്കാനോ ചെയ്ത് കാണിച്ചു കൊടുക്കാനോ താല്പര്യം കാണിക്കാൻ അകറ്റി നിർത്തും. അങ്ങനെ ചെയ്യുന്ന കുട്ടി ഒരിക്കലും മുതിർന്നു വരുമ്പോൾ അവൻ്റെ ഒരു ടാലൻറ്റ് ഉപയോഗിക്കാനോ ഒരു കാര്യം ചെയ്യാനുള്ള ഒരു ശേഷിയോ ശേമുഷ്യോ ഒരിക്കലും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ ഈ അനുകരണത്തിൻ്റെ ഈ സമയത്ത് നിൽക്കുന്ന സമയത്താണ് കുട്ടിയെ പരമാവധി കാര്യങ്ങൾ കാണിച്ചു കൊടുക്കണം. കാണിച്ചു കൊടുക്കുമ്പോൾ എന്തായാലും ഇവനോ ഇവളോ ഇത് അനുകരിക്കാൻ തുടങ്ങും. ഇതിങ്ങനെയാണ് ചെയ്യേണ്ടത്, അതെങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇതിങ്ങനെ ചെയ്താൽ മതി, ഇതിങ്ങനെയാണ് ചെയ്ത് ഇങ്ങനെയാണ് ആഹാരം ഉണ്ടാക്കുന്നത്. കുട്ടിയാണ് കാണിച്ചു കൊടുക്കേണ്ടത്. കുട്ടിയോടാണ് പറയേണ്ടത് അതെടുത്തുകൊണ്ട് പോയോ, ഇത് ചെയ്യോ, അത് ചെയ്യൂ. കാരണം ആ കുട്ടി അത്രയും ഉത്സാഹത്തിലാണ് നിൽക്കുന്നത്, അത്രയും ഫ്രഷ് ആയിട്ടാണ് നിൽക്കുന്നത്. ആ ഫ്രഷ് ആയിട്ട് നിൽക്കുന്ന കുട്ടി ഭയങ്കര ആക്റ്റീവായിരിക്കും. മനസ്സിലായോ? ഫ്രഷ്നെസ് എന്ന് പറഞ്ഞാൽ ആക്ടിവിറ്റിയാണ് പ്രസൻസ് ആണ് ഹാപ്പിനെസ്. ഇങ്ങനെയാണ് അത് പോകുന്നത്. അപ്പോൾ ഈ പ്രസൻസ് ഇല്ലാത്തതും പ്ലസൻ്റ് അല്ലാത്തതും ഹാപ്പിനെസ് അല്ലാത്തതുമായ മുതിർന്ന വ്യക്തികളാണ് ഇവരെ നയിക്കുന്നത് എങ്കിൽ എങ്ങനെയാണ് ഈ ഭാവി തലമുറ രക്ഷപ്പെടുക? അപ്പോൾ അതിനനുസൃതമായ രീതിയിൽ സ്കൂളിൽ സാഹചര്യം ഇല്ലാത്ത പക്ഷം പരമാവധി ഇത്തരം സ്കൂളിലേക്ക് പോകുന്നതിൻ്റെ സമയം കുറയ്ക്കുകയും നമ്മളുടെ വീട്ടിൽ തന്നെ ഇതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കുകയും കുട്ടിയെ അതുമായി ബന്ധിപ്പിക്കുകയും ചെയ്യുകയാണ് നമുക്കിപ്പോൾ ആകെ ചെയ്യാവുന്ന ഒരു മാർഗം. കാരണം ഏതോ കാലത്ത് ബ്രിട്ടീഷുകാരുണ്ടാക്കിയ ഒരു എഡ്യൂക്കേഷൻ പദ്ധതിയാണ് കേരളത്തിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. മറ്റുള്ള സ്റ്റേറ്റുകളൊക്കെ പുതിയ ആവിഷ്കരിച്ച പദ്ധതിയിലൊക്കെ നടപ്പിലാക്കുമ്പോൾ നമ്മൾ ബ്രിട്ടീഷുകാരുണ്ടാക്കി പദ്ധതിക്ക് വേണ്ടിയിട്ട് ലക്ഷക്കണക്കിന് രൂപയും കോടിക്കണക്കിന് രൂപയും യാതൊരുവിധ കോമൺ സെൻസ് ഉപയോഗിക്കാതെ ഇതിലൂടെയൊക്കെ ഒരു മതപ്രീണനത്തിന് വേണ്ടി മാത്രമാണ് ഭാവി തലമുറയെ ഉപയോഗിക്കുന്നത്. ഇപ്പം ഒന്നില്ലെങ്കിൽ 90% സ്കൂളുകളും ക്രിസ്ത്യൻ മാനേജ്മെൻറ്റിൻ്റെ കീഴിലും ഏകദേശം ബാക്കിയുള്ള സ്കൂളുകളും മുസ്ലിം മാനേജ്മെൻറ്റിൻ്റെ കീഴിലും ഇരിക്കുമ്പോൾ ഇവരുടെ മത രാഷ്ട്രവാദത്തിന് വേണ്ടിയിട്ട് ഇത്തരം തലമുറകളെ പ്രാപ്തരാക്കുന്ന രീതിയിൽ അവരുടെ കോമൺ സെൻസോ അവരുടെ ക്രയശേഷിയോ അവരുടെ
ഉള്ളിലുള്ള വാസനകളോ ടാലൻറ്റുകളോ ഒന്നും ഉണർത്താതെ ഇവിടെ ജീവിച്ചാൽ മതി എന്ന് പ്രാപ്തമാക്കുന്നതിനാണ് ഇപ്പോഴത്തെ എഡ്യൂക്കേഷൻ പദ്ധതി വിനിയോഗിച്ചിരിക്കുന്നത്. അതിലൂടെ രാഷ്ട്രം എന്ന ബോധമോ ഒരു പുതിയ സങ്കല്പമോ ഒരു പുതിയ ക്രയശേഷിയോ ഒരു ഫ്രഷ് എനർജിയോ ഇല്ലാതെ ഇവിടെ സ്ട്രെസ് അടിക്കുകയും ഈ സ്ട്രെസ്സിലൂടെ ലാഭം കൊയ്യാൻ വേണ്ടി ചുറ്റുപാടും കാതോർത്തിരിക്കുന്ന ആശുപത്രികളും അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരുപാട് ബിസിനസ് എൻ്റർപ്രണർമാരുമാണ് നമ്മളുടെ ചുറ്റും ഭരിക്കുന്ന ഈ ലോകം. ചുറ്റുമുള്ള ബിസിനസ്സുകാർക്ക് ബിസിനസ് ഉണ്ടാക്കി കൊടുക്കാനാണ് ഇവിടുത്തെ ഭരണാധികാരികളുടെ താല്പര്യം. കാരണം രോഗികളെ ഒരുപാട് സൃഷ്ടിച്ചാലാണ് അവർക്ക് അരി മേടിക്കാൻ പറ്റുള്ളൂ. അവർക്ക് അരി മേടിക്കാൻ പറ്റിയാലാണ് ഇവർക്ക് അതിനുള്ള കമ്മീഷൻ ലഭിക്കുകയുള്ളൂ. ഇങ്ങനെയാണ് ഇത് ആസൂത്രണം ചെയ്ത് വിഭാവനം ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു തിരിച്ചറിവിലൂടെ വേണം നമ്മൾ ഓരോ കാര്യത്തിലും ഇടപെടേണ്ടത്. അപ്പം നമ്മൾ ഇതിൽ നിന്ന് നല്ല ബോധവും കോമൺ സെൻസും എപ്പോഴും ഉപയോഗിക്കുക. വേറെ മാർഗം ഇല്ല എന്ന് തന്നെയാണ് എൻ്റെ പക്ഷം. നന്ദി, നമസ്കാരം.